ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കഥകളിയെക്കുറിച്ചും മോഹിനിയാട്ടത്തെക്കുറിച്ചും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടൻ തുള്ളലിനെ കുറിച്ചാണ്. ഓക്കെ, ഓട്ടൻ തുള്ളലിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ 300ഓളം വർഷം മുമ്പ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ ആവിഷ്കരിച്ച ജനകീയ കലാരൂപമാണ് ഓട്ടൻ തുള്ളൽ. അപ്പോൾ ആരാ ഇത് ആവിഷ്കരിച്ചത്? കുഞ്ചൻ നമ്പ്യാർ. ഓക്കെ, കുഞ്ചൻ നമ്പ്യാർ. ഓക്കെ, 300ഓളം വർഷങ്ങൾക്ക് മുമ്പ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ ആവിഷ്കരിച്ച ജനകീയ കലാരൂപമാണ് ഇത് ഓട്ടം തുള്ളൽ എന്ന് പറയുന്നത്. സാധാരണക്കാരൻ്റെ കഥകളി. ഓക്കെ, അപ്പോൾ സാധാരണക്കാരൻ്റെ കഥകളി എന്നറിയപ്പെടുന്നത് ഏതാണ്? സാധാരണക്കാരൻ്റെ കഥകളി എന്നറിയപ്പെടുന്ന ഓട്ടം തുള്ളലാണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, നർമ്മവും ആക്ഷേപഹാസ്യവും സാമൂഹിക വിശകലനവും എല്ലാം ചേർത്ത് ആകർഷകമായി രചിച്ച പാട്ടുകൾ ബഹുജനങ്ങൾക്ക് ആകർഷകമാം വിധം ചടുല നൃത്തമായി ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ എന്തൊക്കെയുണ്ട് അതിൽ? നർമ്മമുണ്ട്, ആക്ഷേപഹാസ്യമുണ്ട്, സാമൂഹിക വിശകലനമുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് വളരെ ആകർഷകമായി രചിച്ച പാട്ടുകൾ ബഹുജനങ്ങൾക്ക് ആകർഷകമാം വിധം ചടുല നൃത്തമായി ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നു. ചാക്യാർ കൂത്തിന് പകരമായാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ അവതരിപ്പിച്ചത്. ചാക്യാർ കൂത്തിന് പകരമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ ഈ ഒരു തുള്ളൽ അവതരിപ്പിച്ച് ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചത്. ഓർത്തിരിക്കുക. ഓക്കെ, ഇനി എന്താണ് പറയാനുള്ളത്? അമ്പലപ്പുഴയിൽ നടപ്പിലായിരുന്ന പടയണി. ഓക്കെ, അമ്പലപ്പുഴയിൽ നടപ്പിലായിട്ടുണ്ടായിരുന്ന പടയണി എന്ന കലാരൂപം പരിഷ്കരിച്ചാണ് എന്തുണ്ടാക്കിയത്? തുള്ളൽ. തുള്ളൽ സൃഷ്ടിച്ചത് എന്ന അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. അപ്പോൾ ചാക്യാർ കൂത്തിന് പകരമായാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ അവതരിപ്പിച്ചത്. ചാക്യാർ കൂത്തിന് പകരമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ അവതരിപ്പിച്ചത്. അമ്പലപ്പുഴയിൽ നടപ്പിലുണ്ടായിരുന്ന പടയണി എന്ന കലാരൂപം, ഈ പടയണി എന്ന് പറയുന്ന കലാരൂപം പരിഷ്കരിച്ചാണ് തുള്ളൽ സൃഷ്ടിച്ചത് എന്ന അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഓട്ടംതുള്ളലിൻ്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന അമ്പലപ്പുഴ. എവിടെയാണ്? അമ്പലപ്പുഴ എവിടെയാണ്? ആലപ്പുഴയിലെ അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴയാണത് ഓട്ടംതുള്ളലിൻ്റെ ജന്മദേശം. ഓട്ടംതുള്ളലിൻ്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന അമ്പലപ്പുഴ അതെവിടെയാണ്? അത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലാണ് ഇത് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ജന്മസ്ഥലം എന്ന് വെച്ചാൽ കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അമ്പലപ്പുഴയാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം. സ്മാരകം ഓഫ് കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം എവിടെയാണ്? അത് അമ്പലപ്പുഴയിലാണ്. ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, ആദ്യത്തെ തുള്ളൽ കൃതിയാണത് കല്യാണ സൗഗന്ധികം. ഏതാണ്? കല്യാണ സൗഗന്ധികമാണ് ആദ്യത്തെ തുള്ളൽ കൃതി. കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അമ്പലപ്പുഴയാണ്. ആദ്യത്തെ തുള്ളൽ കൃതിയാണ് ഇത് കല്യാണ സൗഗന്ധികം എന്ന് പറയുന്നത്. പറയൻ തുള്ളൽ, അതുപോലെ തന്നെ ശീതങ്കൻ തുള്ളൽ. പറയൻ തുള്ളൽ, അതുപോലെ തന്നെ ശീതങ്കൻ തുള്ളൽ. പറയൻ തുള്ളൽ, അതുപോലെ തന്നെ ശീതങ്കൻ തുള്ളൽ. പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, അതുപോലെ തന്നെ ഓട്ടൻ തുള്ളൽ. പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, അതുപോലെ തന്നെ ഓട്ടൻ തുള്ളൽ എന്നിങ്ങനെ മൂന്ന് വിധമുണ്ട്. ഓരോ തുള്ളലിലും വ്യത്യസ്തമായ വേഷവിധാനമാണ് കാണാൻ സാധിക്കുക. അപ്പോൾ 3 തരത്തിലുള്ള തുള്ളലുകൾ ഏതൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്? പറയൻ തുള്ളലുണ്ട്, അതുപോലെ തന്നെ ശീതങ്കൻ തുള്ളലുണ്ട്, അതുപോലെ തന്നെ ഓട്ടൻ തുള്ളലുണ്ട്. ഇതിന് 3നും വ്യത്യസ്തമായിട്ടുള്ള വേഷവിധാനമാണ് കാണാൻ സാധിക്കുക. അപ്പോൾ എന്താണ് ആദ്യത്തെ തുള്ളൽ കൃതി? ഏതാണ്? കല്യാണ സൗഗന്ധികമാണ് ആദ്യത്തെ തുള്ളൽ കൃതി. കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അമ്പലപ്പുഴയാണ്. ഓട്ടൻ തുള്ളലിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? അമ്പലപ്പുഴയാണ്. ഓർത്തിരിക്കുക. ഇനി എന്താ പറയാനുള്ളത്? കല്യാണ സൗഗന്ധികം, അതുപോലെ തന്നെ കൃഷ്ണലീല, പ്രഹ്ലാദ ചരിതം തുടങ്ങിയവ കുഞ്ചൻ നമ്പ്യാരുടെ ശീതങ്കൻ തുള്ളൽ കൃതികളാണ്. അപ്പോൾ എന്താ പറയാനുള്ളത്? കല്യാണ സൗഗന്ധികം, കല്യാണ സൗഗന്ധികം, അതുപോലെ തന്നെ കൃഷ്ണലീല, അതുപോലെ തന്നെ പ്രഹ്ലാദ ചരിതം തുടങ്ങിയവ കുഞ്ചൻ നമ്പ്യാരുടെ ശീതങ്കൻ തുള്ളൽ കൃതിയാണ്. ഏത് കൃതിയാണ്? ശീതങ്കൻ. കല്യാണ സൗഗന്ധികം, അതുപോലെ തന്നെ കൃഷ്ണലീല, അതുപോലെ തന്നെ പ്രഹ്ലാദ ചരിതം എന്നിവ കുഞ്ചൻ നമ്പ്യാരുടെ ശീതങ്കൻ തുള്ളൽ കൃതികളാണ്. പറയൻ തുള്ളലുണ്ട്, ഓട്ടം തുള്ളൽ, ശീതങ്കൻ തുള്ളൽ പറഞ്ഞു. അതിൽ ശീതങ്കൻ തുള്ളൽ കൃതികളാണ് കല്യാണ സൗഗന്ധികം, കൃഷ്ണലീല, പ്രഹ്ലാദ ചരിതം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ത്രിപുരാദഹനം, പാഞ്ചാലി സ്വയംവരം, സഭാപ്രവേശം തുടങ്ങിയവ കുഞ്ചൻ നമ്പ്യാരുടെ പറയൻ തുള്ളൽ കൃതികളാണ്. ഏതൊക്കെ? പറയൻ തുള്ളൽ കൃതികൾ ഏതൊക്കെയാണ്? പറയൻ തുള്ളൽ കൃതികൾ ഏതൊക്കെയാണ്? അത് ത്രിപുരാദഹനം, പാഞ്ചാലി സ്വയംവരം, സഭാപ്രവേശം എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ പറയൻ തുള്ളൽ കൃതികളാണ്. അതുപോലെ തന്നെ സ്യമന്തകം, ഘോഷയാത്ര, നളചരിതം, രുക്മിണി സ്വയംവരം തുടങ്ങിയവ കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടൻ തുള്ളൽ കൃതികളാണ്. അപ്പോൾ ഓട്ടൻ തുള്ളൽ കൃതികൾ ഏതൊക്കെയാണ്? അത് സ്യമന്തകം, ഘോഷയാത്ര, നളചരിതം, രുക്മിണി സ്വയംവരം എന്നിവ കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടംതുള്ളൽ കൃതികളാണ്. എന്നാൽ ത്രിപുരാദഹനം, പാഞ്ചാലി സ്വയംവരം, സഭാപ്രവേശം എന്നിവ പറയൻ തുള്ളൽ കൃതികളാണ്. രാമപുരത്തുവാരുടെ ഐരാവണ വധം, വെൺമണി മഹൻ്റെ പാഞ്ചാലി സ്വയംവരം, KP കറുപ്പൻ്റെ കാളിയമർദ്ദനം, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ശ്രീ ശങ്കരവിലാസം,
കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ്റെ എന്താ രാമായണം എന്നീ കൃതികൾ നമ്പ്യാർക്ക് ശേഷം ഉണ്ടായതാണ്. കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം ഉണ്ടായതാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുതകളാണ് ഓർത്തിരിക്കുക. ഓട്ടൻതുള്ളൽ പൊതുവേ ഉപയോഗിച്ച് കാണുന്ന തരങ്കിണി, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് തരങ്കിണി. ഓക്കെ, തരങ്കിണി വൃത്തമാണ്. ഓക്കെ, തരങ്കിണി വൃത്തത്തിലാണ് ഓട്ടൻതുള്ളലിൽ പൊതുവേ ഉപയോഗിച്ച് കാണുന്നത് തരങ്കിണി എന്ന വൃത്തമാണ്. തുള്ളലിൽ ഉപയോഗിക്കുന്ന താളങ്ങൾ ഏതൊക്കെയാണ്? തുള്ളലിൽ ഉപയോഗിക്കുന്ന താളങ്ങൾ. ഓക്കെ, തുള്ളലിൽ ഉപയോഗിക്കുന്ന താളങ്ങൾ. ഓക്കെ, തുള്ളലിൽ ഉപയോഗിക്കുന്ന താളങ്ങളാണ് ഏതൊക്കെ? ഓക്കെ, ഗണപതി താളം. ഓക്കെ, ഗണപതി താളം. ഓക്കെ, ഗണപതി താളം. ഓക്കെ, ചമ്പത്താളം. ഓക്കെ, ഗണപതി താളം. അതുപോലെ തന്നെ ചമ്പത്താളം. അതുപോലെ തന്നെ ചെമ്പടത്താളം. അതുപോലെ തന്നെ ചെമ്പടത്താളം. ഓക്കെ, ചെമ്പടത്താളം. ഓക്കെ, അപ്പോൾ തുള്ളലിൽ ഉപയോഗിക്കുന്ന താളങ്ങൾ ഏതെങ്കിലും ഗണപതി താളം, ചമ്പത്താളം, ചെമ്പടത്താളം. ഓക്കെ, ഇപ്പോൾ എല്ലാ സമുദായക്കാരും ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്പ്യാർ സമുദായത്തിൻ്റെ പാരമ്പര്യ കല എന്ന നിലയ്ക്കാണ് ഇത് വളർച്ച പ്രാപിച്ചത്. ഓട്ടംതുള്ളൽ 3 പേർ ചേർന്ന് അവതരിപ്പിക്കുന്നു. തുള്ളൽക്കാരനും 2 വാദ്യക്കാരും. ഓക്കെ, ഓർത്തിരിക്കുക, തുള്ളൽക്കാരുണ്ട്, അതുപോലെ വാദ്യക്കാരും ഉണ്ടാവും. 3 പേരുണ്ടാവുക. ആരൊക്കെ? ഓട്ടംതുള്ളൽ 3 പേരുണ്ടാവുക. ആരൊക്കെയാണ് 3 പേര്? ഒന്ന് തുള്ളൽ ചെയ്യുന്ന ആരാച്ച ഓട്ടംതുള്ളൽ 3 പേര് അവതരിപ്പിക്കുന്ന തുള്ളൽക്കാരനും 2 വാദ്യക്കാരും ഉണ്ടാവും. ഓർത്തിരിക്കുക. ഓക്കെ, ഓട്ടംതുള്ളൽ അപ്പോൾ ഉപയോഗിക്കുന്ന വൃത്തം ഏതാണ്? തരങ്കിണി. ഓക്കെ, തരങ്കിണിയാണ് വൃത്തം. തുള്ളലിൽ ഉപയോഗിക്കുന്ന താളങ്ങൾ ഗണപതി താളം, ചമ്പത്താളം, ചെമ്പടത്താളമാണ്. ഓർത്തിരിക്കുക. ഇപ്പോൾ എല്ലാ സമുദായക്കാരും ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്പ്യാർ സമുദായത്തിൻ്റെ പാരമ്പര്യ കലയാണ്. ഏത് സമുദായത്തിൻ്റെയാണ്? നമ്പ്യാർ. ഓക്കെ, നമ്പ്യാർ സമുദായത്തിൻ്റെ ഒരു പാരമ്പര്യ കലയാണ്. ഓക്കെ, ഇത്. ഓക്കെ, ഓട്ടംതുള്ളൽ 3 പേർ ചേർന്ന് അവതരിപ്പിക്കുന്ന തുള്ളൽക്കാരൻ 2 വാദ്യക്കാരും. ഓർത്തിരിക്കുക. തൊപ്പി മദ്ദളത്തിന് പകരം ഇപ്പോൾ മൃദംഗവും പിന്നെ കൈമണിയുമാണ് തുള്ളലിൻ്റെ വാദ്യങ്ങൾ. തൊപ്പി മദ്ദളത്തിന് പകരം ഇപ്പോൾ ഏതാണ്? ഇപ്പം മൃദംഗം. ഓക്കെ, മൃദംഗം. അതുപോലെ തന്നെ അതുപോലെ തന്നെ കൈമണിയുമാണ് തുള്ളലിലെ വാദ്യങ്ങൾ. തുള്ളലിലെ പ്രധാന വാദ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഓക്കെ, തൊപ്പി മദ്ദളത്തിന് പകരം ഇപ്പോൾ മൃദംഗം ഉപയോഗിക്കുന്നത് മൃദംഗം. ഓക്കെ, മൃദംഗം ഉപയോഗിക്കേണ്ട. അതുപോലെ തന്നെ കൈമണി. കൈമണിയുമാണ് ഇപ്പോഴത്തെ വാദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പുരുഷ മേധാവിത്വമുള്ള തുള്ളൽ മേഖലയിലെ പ്രമുഖ വനിതാ കലാകാരിയാണ് ഇത് കലാമണ്ഡലം ദേവകി. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുതയാണ്. ഓക്കെ, കലാമണ്ഡലം ദേവകി. എന്താ അവരുടെ പ്രത്യേകത? അതായത് പുരുഷ മേധാവിത്വം ഈ തുള്ളൽ മേഖലയിലെ പ്രമുഖ വനിതാ കലാകാരിയാണ് ആര്? കലാമണ്ഡലം ദേവകി എന്ന് പറയുന്നത്. ഓക്കെ, അടന്ത, ചെമ്പട, ചമ്പ, പഞ്ചാരി, ഏകം, കാരിക, ലക്ഷ്മി, ഓക്കെ, അതുപോലെ തന്നെ കുംഭം, ഓക്കെ, എന്നിവയാണ് തുള്ളലിലെ താളങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ തുള്ളലിലെ പ്രധാനപ്പെട്ട താളങ്ങൾ ഏതൊക്കെയാണ്? അടന്ത, ചെമ്പട, ചമ്പ, പഞ്ചാരി, ഏകം, കാരിക, ലക്ഷ്മി, ഓക്കെ, അതുപോലെ തന്നെ കുംഭം, ഓക്കെ, കുണ്ടനാച്ചി, അതുപോലെ തന്നെ എന്നിവയാണ് തുള്ളലിലെ പ്രധാനപ്പെട്ട താളങ്ങൾ. ഓക്കെ, പുരുഷ മേധാവിത്വമുള്ള തുള്ളൽ മേഖലയിലെ പ്രമുഖ വനിതയാണ് ആര്? കലാമണ്ഡലം ദേവകി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയത് ഓട്ടംതുള്ളലിനെ കുറിച്ചുള്ള പ്രമുഖ വസ്തുതകളാണ് നമ്മൾ നോക്കിയത്. അടുത്താണ് തെയ്യം. ഓക്കെ, തെയ്യത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല ഇല്ലേ? ഓക്കെ, ദേവീദേവന്മാർ, ഓക്കെ, യക്ഷന്മാർ, ഗന്ധർവന്മാർ, അതുപോലെ ഭൂതങ്ങൾ, നാഗങ്ങൾ, മൃതിയടഞ്ഞ കാരണവന്മാർ എന്നിവരുടെ കോലങ്ങൾ കെട്ടിയാടി അവരെ ആരാധിക്കുന്ന കലാരൂപമാണ് തെയ്യം എന്ന് പറയുന്നത്. അപ്പോൾ തെയ്യം എന്ന് പറയുന്ന സംഗതി എന്താണ്? ദേവീദേവന്മാരുണ്ടാവും, യക്ഷന്മാർ, ഗന്ധർവന്മാർ, ഭൂതങ്ങൾ, നാഗങ്ങൾ, മൃതിയടഞ്ഞ കാരണവന്മാർ എന്നിവരുടെ കോലങ്ങൾ. അപ്പോൾ തെയ്യത്തിലെ കോലം കെട്ടുക അത് കേട്ടിട്ടുണ്ട് ഇല്ലേ നിങ്ങൾ? അപ്പോൾ കോലങ്ങൾ കെട്ടും. ഓക്കെ, കോലങ്ങൾ കെട്ടിയാടി അവരെ ആരാധിക്കുന്ന കലാരൂപമാണ് ഇത് തെയ്യം എന്ന് പറഞ്ഞ സംഗതി. ഉത്തര കേരളത്തിലെ പ്രധാനമായും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഈ അനുഷ്ഠാന കലാ പ്രചാരത്തിലുള്ളത്. അപ്പോൾ കണ്ണൂർ തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ് അല്ലേ? അറിയാം. ഓക്കെ, തെയ്യങ്ങളുടെയും തിറകളിൽ നാട് കണ്ണൂർ. അപ്പോൾ കണ്ണൂർ, കാസർഗോഡ് മേഖലയിലാണ് പ്രധാനമായും ഉത്തര കേരളത്തിലെ ഈ അനുഷ്ഠാന കലാ പ്രചാരത്തിലുള്ളത്. ഓക്കെ, തെയ്യം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? തെയ്യം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എന്നാണ്. ഓക്കെ, തെയ്യം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എന്നാണ്. തെയ്യത്തിലെ കോലം ദൈവം തന്നെയാണ്. പ്രധാനമായും അമ്മ ദൈവങ്ങളാണ് തെയ്യങ്ങൾ. ഉദാഹരണം ഓക്കെ, മുച്ചിലോട്ട് ഭഗവതി, അതൊക്കെ ഒരു ഉദാഹരണമാണ്. കൂടാതെ വീരന്മാരെയും തെയ്യങ്ങളായി ആരാധിക്കുന്ന ഉദാഹരണം കതിവന്നൂർ വീരൻ എന്നൊക്കെ പറയുന്ന വീരന്മാരെയും തെയ്യങ്ങളായിട്ട് ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഉത്തര കേരളത്തിൽ പ്രധാനമായും കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലാണ് ഈ തെയ്യം കാണപ്പെടുന്നത്. തെയ്യം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ദൈവം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, പ്രധാനമായും അമ്മ ദൈവങ്ങളും അതുപോലെ തന്നെ വീരന്മാരും അമ്മ ദൈവങ്ങളെ ആണ് തെയ്യങ്ങൾ. ഉദാഹരണമാണ് മുച്ചിലോട്ട് ഭഗവതി. കൂടാതെ വീരന്മാരെയും തെയ്യങ്ങളായി ആരാധിക്കുന്ന ഉദാഹരണം കതിവന്നൂർ വീരൻ എന്നറിയപ്പെടുന്നു. ഏതാണ്ട് 500ഓളം തെയ്യങ്ങളുണ്ടെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എങ്കിലും 120ഓളം തെയ്യങ്ങളാണ് സാധാരണയായിട്ടുള്ളത്. 120ഓളം തെയ്യങ്ങളാണ് സാധാരണയായിട്ടുള്ളത്. ഓക്കെ, തെയ്യത്തിൻ്റെ രൂപവും ഭാവവും നൽകിയത് മണക്കാടൻ ഗുരുക്കളാണ്. ആ തെയ്യത്തിന് അപ്പോൾ തെയ്യത്തിന് രൂപവും ഭാവവും നൽകിയത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? മണക്കാടൻ.
മണക്കാടൻ. ഓക്കെ, മണക്കാടൻ ഗുരുക്കളാണ്. മണക്കാടൻ ഗുരുക്കൾ. ഓക്കെ, മണക്കാടൻ ഗുരുക്കളാണ് തെയ്യത്തിന് ആ ഭാവവും അതൊരു രൂപമൊക്കെ നൽകിയത്. ഓക്കെ, പഴയങ്ങാടി ഓക്കെ പുഴയ്ക്ക് വടക്കോട്ട് കളിയാട്ടം എന്നും പഴയങ്ങാടി മുതൽ വളപട്ടണം വരെ തെയ്യമെന്നും ഒക്കെ അല്പവ്യത്യാസത്തോടു കൂടി തെയ്യം അറിയപ്പെടുന്നു. അപ്പോൾ പഴയങ്ങാടി എന്ന് പറയുന്ന പുഴയ്ക്ക് വടക്കോട്ടാണെങ്കിൽ അത് കളിയാട്ടം എന്ന പേരിലാണ് അറിയപ്പെടുക. ഓക്കെ, കളിയാട്ടം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, കളിയാട്ടം. ഓക്കെ, അപ്പോൾ പഴയങ്ങാടി പുഴയ്ക്ക് വടക്കോട്ടാണെങ്കിൽ അതെന്താ പറയുക, അത് കളിയാട്ടം എന്നും പഴയങ്ങാടി മുതൽ വളപട്ടണം വരെയുള്ള സ്ഥലത്ത് അതിനെ പറയുന്നത് ഓക്കെ തെയ്യമെന്നും. ഓക്കെ, അപ്പോൾ അല്പ വ്യത്യാസങ്ങളാണ് ഈ കളിയാട്ടം തെയ്യമൊക്കെ തമ്മിൽ കുറച്ച് അല്പ വ്യത്യാസമേ ഉള്ളൂ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, തെയ്യത്തിൻ്റെ നർത്തനം തെയ്യാട്ടം എന്നും തെയ്യത്തിൻ്റെ വേഷം തെയ്യക്കോലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തെയ്യാട്ടം ആ ഒരു നൃത്തത്തിനെ പറയുന്നത് നർത്തനം. ഓക്കെ, നർത്തനം അറിയപ്പെടുന്ന പേരെന്താണ്? ഓക്കെ, നർത്തനം അറിയപ്പെടുന്ന പേര് തെയ്യാട്ടം. തെയ്യാട്ടം എന്നറിയപ്പെടുന്നു. എന്നാൽ ആ ഒരു വേഷത്തിന് പറയുന്ന പേരാണ് തെയ്യക്കോലം. എന്താണ് തെയ്യക്കോലം? എന്നറിയപ്പെടുക. ഓക്കെ, തെയ്യക്കോലം എന്നറിയപ്പെടുന്നു. ഓക്കെ, തെയ്യത്തെ ഓക്കെ പ്രാർത്ഥിച്ച് ഉണർത്തുന്ന പാട്ടാണ് തോറ്റം. തെയ്യത്തെ ഉണർത്തിച്ച പാട്ടാണ് തോറ്റം എന്നറിയപ്പെടുന്നു. ഓക്കെ, തെയ്യം കെട്ടുന്നവർ കോലക്കാർ എന്നറിയപ്പെടുന്നു. തെയ്യം കെട്ടുന്ന ആളുടെ പറയുന്ന പേരെന്താണ്? കോലക്കാർ. തെയ്യത്തെ ഓക്കെ അല്ലെങ്കിൽ തെയ്യം കെട്ടുന്ന ആളെ പറയുന്ന പേരെന്താണ്? തെയ്യം കെട്ടുന്ന ആളെ പറയുന്ന പേരാണ് കോലക്കാർ. കോലക്കാർ എന്നറിയപ്പെടുന്നു. ഓർത്തിരിക്കുക. ഓക്കെ, കോലക്കാർ എന്നറിയപ്പെടുന്നു. തെയ്യം കെട്ടുന്ന ആളെ കോലക്കാർ എന്നറിയപ്പെടുന്നു. ഓക്കെ, വണ്ണാൻ. ഓക്കെ, അതുപോലെ തന്നെ ഓക്കെ പിന്നെന്താ പറയുക വണ്ണാൻ. ഓക്കെ, അതുപോലെ മലയൻ, മാവിലൻ, ഓക്കെ ചെറവൻ, ഓക്കെ ചിങ്കത്താൻ, വേലൻ, ഓക്കെ അഞ്ഞൂറ്റാൻ, ഓക്കെ പുലയൻ, പരവർ തുടങ്ങിയ സമുദായക്കാരാണ് തെയ്യം കെട്ടിയാടുന്നത്. അപ്പോൾ ഓക്കെ ഏത് സമുദായമാണ് ഈ തെയ്യം കെട്ടിയാടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ണാൻ, മലയൻ, മാവിലൻ, ചെറവൻ, വേലൻ, ഓക്കെ അതുപോലെ തന്നെ അഞ്ഞൂറ്റാൻ, കോപ്പാളൻ, അതുപോലെ തന്നെ പുലയൻ, പരവർ തുടങ്ങിയ സമുദായക്കാരാണ് തെയ്യം കെട്ടിയാടുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പോൾ തെയ്യം എന്താണ്? തെയ്യത്തെ പ്രാർത്ഥിച്ച് ഉണർത്തുന്ന പാട്ടാണ് തോറ്റം പാട്ട്. അപ്പോൾ തോറ്റം പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, തോറ്റം പാട്ട് എന്താണ്? തോറ്റം പാട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. എന്താണ് തോറ്റം പാട്ട് എന്ന് പറഞ്ഞാൽ തെയ്യത്തെ ഓക്കെ പ്രാർത്ഥിച്ച് ഉണർത്തുപാട്ടാണ്. ഉണർത്തുന്ന പാട്ടാണത്. ഉണർത്തുന്ന പാട്ടാണ് തോറ്റം. തോറ്റം പാട്ട് അല്ലെങ്കിൽ തോറ്റം പാട്ട് എന്നറിയപ്പെടുന്ന ഓർത്തിരിക്കുക. ഓക്കെ, പകർച്ചവ്യാധികൾ ഉണ്ടാകാതിരിക്കാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാനും ബാധകൾ തീർക്കുവാനും ഒക്കെ തെയ്യാട്ടം നടത്തുന്നു. അപ്പോൾ പകർച്ചവ്യാധികൾ ഉണ്ടാകാതിരിക്കാൻ അതുപോലെ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ബാധകൾ തീർക്കുവാനും ഒക്കെ തെയ്യാട്ടം നടത്തുന്നുണ്ട്. ഓക്കെ, തീക്കുണ്ടത്തിൽ ചാടുക, ഓക്കെ ഭാരമേറിയ മുടി തലയിൽ വെക്കുക, ശരീരത്തിൽ നിന്ന് രക്തമൊഴുക്കുക തുടങ്ങിയ പലതും ചെയ്യുന്ന തെയ്യങ്ങളുണ്ട്. അങ്ങനെ പലവിധ പ്രവർത്തനങ്ങളും ചെയ്യുന്ന തെയ്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. തീക്കുണ്ടത്തിൽ ചാടുക, അതുപോലെ തന്നെ ഭാരമേറിയ മുടി തലയിൽ വെക്കുക, അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുക്കുക. ഓക്കെ, ഇതൊക്കെ ചെയ്യുന്ന തെയ്യങ്ങളുണ്ട്. തുലാമാസത്തിലെ ഒക്ടോബർ നവംബർ മാസത്തിലാണ് ക്ഷേത്രങ്ങളിൽ സാധാരണയായി തെയ്യം അരങ്ങാറാണ്. ഏത് മാസത്തിലാണ്? ഒക്ടോബർ നവംബർ മാസത്തിൽ, അതായത് തുലാം. ഓക്കെ, തുലാമാസത്തിലാണ് എന്താണ് ക്ഷേത്രങ്ങളിൽ സാധാരണ തെയ്യം അരങ്ങേറാറ്. ഓക്കെ, ഉത്തര മലബാറിലെ തെയ്യക്കാലത്തിന് തുടക്കം കുറിക്കുന്നത് തുലാം 10-ന് കൊളച്ചേരി, ചാത്തമ്പള്ളി, വിഷകണ്ഠൻ തെയ്യത്തിൻ്റെ വരവോടുകൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ വസ്തുക്കളാണ് ഓർത്തിരിക്കുക. അപ്പോൾ ഉത്തര മലബാറിലെ തെയ്യക്കാലത്തിന് തുടക്കം കുറിക്കുന്ന എവിടെയാണ്? തുലാം 10-ന്. തുലാം 10-ന് കൊളച്ചേരി, ചാത്തമ്പള്ളി, വിഷകണ്ഠൻ തെയ്യത്തിൻ്റെ വരവോടുകൂടിയാണ്. വാദ്യങ്ങൾ കൊട്ടി തെയ്യം നടക്കുന്ന വിവരം നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങാണ് തെയ്യം കൂടൽ. അപ്പോൾ വാദ്യങ്ങൾ കൊട്ടിയിട്ട് തെയ്യം നടക്കുന്നുണ്ട് എന്ന് അറിയിക്കില്ലേ നമ്മൾ? ഓക്കെ, അതായത് ഈ എന്താ പറയുക കഥകളിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഓക്കെ അപ്പോൾ ചെയ്യാറില്ല ഇതുപോലെ തെയ്യം. അതിനെ പറയുന്നത് തെയ്യം കൂടൽ എന്നറിയപ്പെടുന്നു. ഓക്കെ, വാദ്യങ്ങൾ കൊട്ടി തെയ്യം നടത്തുന്ന ഇവർ നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങാണ് തെയ്യം കൂടൽ. തെയ്യത്തിന് തലേന്ന് കോലക്കാരൻ ചെറിയ തോതിൽ വേഷണിഞ്ഞ് കെട്ടുന്ന കോലങ്ങളാണ് തോറ്റം എന്നറിയപ്പെടുന്നു. തെയ്യങ്ങളുടെ ചെറിയ പതിപ്പാണിത്. ഓർത്തിരിക്കുക. പിന്നെന്താ പറയാനുള്ളത്? കേരളത്തിലെ എന്താ പറയുക, കേരളത്തിലെ സ്ത്രീകൾ കിട്ടുന്ന ഏക തെയ്യം എന്ന ഖ്യാതിയാണ് ദേവക്കൂത്ത്. ദേവക്കൂത്ത് എന്നറിയപ്പെടുന്ന ദേവക്കൂത്ത് എന്താ? കേരളത്തിലെ സ്ത്രീകൾ കിട്ടുന്ന ഏക തെയ്യം എന്ന ഖ്യാതിയുള്ള തെയ്യമാണ് ദേവക്കൂത്ത്. തെയ്യങ്ങളുടെ നാടായി അറിയപ്പെടുന്ന ഏതാണ്? തെയ്യങ്ങളുടെ നാട് കണ്ണൂരാണ്. കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല എവിടെയാണ്? കല്യാശ്ശേരി, കണ്ണൂർ. കല്യാശ്ശേരി കണ്ണൂരാണ് തെയ്യത്തിൻ്റെ മ്യൂസിയം. കേരളത്തിലെ തെയ്യം മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല. തെയ്യങ്ങളുടെ നാട് കണ്ണൂരാണ്. തെയ്യത്തിൽ കാണുന്ന എന്താ പറയുക മാപ്പിളച്ചാമുണ്ടി, അതുപോലെ മുക്രിത്തെയ്യം, ആലിത്തെയ്യം, അതുപോലെ ഉമ്മച്ചി തെയ്യം മുതലായ മാപ്പിള തെയ്യങ്ങൾ മലബാറിൻ്റെ സാമൂഹിക നിഷ്പക്ഷതയ്ക്ക് ഉത്തമ ഉദാഹരണമാണ്. തെയ്യത്തിൽ കാണുന്ന മാപ്പിളച്ചാമുണ്ടി, അതുപോലെ തന്നെ മുക്രിത്തെയ്യം, ആലിത്തെയ്യം, അതുപോലെ തന്നെ ഉമ്മച്ചി തെയ്യം തുടങ്ങിയവയൊക്കെ മാപ്പിള തെയ്യങ്ങൾക്ക് മലബാറിൻ്റെ സാമൂഹിക നിഷ്പക്ഷതയ്ക്ക് ഉത്തമ ഉദാഹരണമാണെന്ന് ഓർത്തിരിക്കുക.
ഓർത്തിരിക്കുക. ഇനി എന്താ പറയാനുള്ളത്? പിന്നെ നമ്മൾ നോക്കാനുള്ളത് ഓക്കെ 10, 15, 25 വർഷങ്ങൾ കൂടുമ്പോൾ, ഓക്കെ 10, 15, 10 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 25 ഓക്കെ വർഷങ്ങൾ കൂടുമ്പോൾ പ്രമുഖങ്ങളായ ചില കഴകങ്ങളിലും കാവുകളിലും ഒക്കെ ആർഭാടപൂർവ്വം നടത്തിപ്പെടുന്ന കളിയാട്ടങ്ങളെ അറിയപ്പെടുന്ന പറയുന്നത് പെരുങ്കളിയാട്ടം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്കെ കുറച്ച് ഓക്കെ ഇതിൻ്റെ ചെറിയ വ്യത്യാസമുള്ളൂ. കളിയാട്ടവും തെയ്യമൊക്കെ തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ 10, 15 അല്ലെങ്കിൽ 25 വർഷങ്ങൾ കൂടുമ്പോൾ പ്രമുഖങ്ങളായ ചില കഴകങ്ങളിലെ ഓക്കെ അല്ലെങ്കിൽ ചില കാവുകളിലെ ആർഭാടപൂർവ്വം നടത്തിപ്പെടുന്ന കളിയാട്ടങ്ങളെയാണ് പെരുങ്കളിയാട്ടം എന്നറിയപ്പെടുന്നത്. ഓക്കെ കാവുകളിലോ അല്ലെങ്കിൽ ഓക്കെ സ്ഥാപനങ്ങളിലോ തറവാടുകളിലോ ഒക്കെ നിശ്ചിത കാലത്ത് നടത്തി വരുന്ന തെയ്യാട്ടത്തിന് പൊതുവേ കളിയാട്ടം എന്നാണ് പറയുക. അപ്പോൾ എന്തായി കളിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കളിയാട്ടം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, നമ്മൾ ആൾറെഡി പറഞ്ഞു, വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ കളിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവുകളിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ തറവാടുകളിലോ ഒക്കെ നിശ്ചിത കാലത്ത് നടത്തി വരുന്ന തെയ്യാട്ടത്തിന് പൊതുവേ കളിയാട്ടം എന്നാണ് പറയപ്പെടുക. ഓക്കെ ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യത്തിൻ്റെ ഉൽപ്പത്തി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഹെർമൻ ഗുണ്ടട്ടാണ്. ഓക്കെ അപ്പോൾ നമുക്കറിയാം തെയ്യം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എന്നല്ലേ. അപ്പോൾ ഈ ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യത്തിൻ്റെ ഉൽപ്പത്തി എന്നറിയപ്പെട്ടത് ആരാണ്? അത് പറയപ്പെട്ടത് ആരാണ്? അത് അഭിപ്രായപ്പെട്ടത് ഹെർമൻ ഗുണ്ടട്ടാണ്. അപ്പോൾ കാവുകളിലെ അതുപോലെ സ്ഥാപനങ്ങളിലെ തറവാടുകളിലൊക്കെ നിശ്ചിത കാലത്ത് നടത്തി വരുന്ന തെയ്യാട്ടത്തിന് പൊതുവേ പറഞ്ഞ പേര് കളിയാട്ടം എന്നാണ്. അങ്ങനെ പ്രമുഖങ്ങളായ ഓക്കെ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ കാവുകളിൽ ഒക്കെ അമ്പലങ്ങളല്ല കാവുകളിൽ 10, 15, 25 വർഷങ്ങൾ കൂടുമ്പോൾ പ്രമുഖങ്ങളായ ചില കഴകങ്ങളിലും കാവുകളിലും ആർഭാടപൂർവ്വം നടത്തി വരുന്ന ഒക്കെ കളിയാട്ടത്തെ പറഞ്ഞിട്ടുണ്ട് പെരുങ്കളിയാട്ടം. പെരുങ്കളിയാട്ടം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ നോക്കിയത് കേരളത്തിലെ നൃത്തരൂപങ്ങൾ കലാരൂപങ്ങൾ എന്ന് പറയുന്ന ഒരു ഏരിയയിലെ തെയ്യം എന്ന് പറയുന്ന ഒക്കെ ആ ഒരു അതിനെക്കുറിച്ചും ഓട്ടംതുള്ളിയെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയത്. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി തൊട്ടടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.